സുചേട്ടാ നമസ്കാരം. നമസ്കാരം. സുചേട്ടാ, ഇറാൻ അമേരിക്ക യുദ്ധം അത് ഏകദേശം കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് എല്ലാ മാധ്യമങ്ങളും പങ്കുവയ്ക്കുന്നത്. ഇനിയിപ്പോ ഇസ്രായേൽ അവിടെ ഇവിടെ കിടന്ന് കാണിക്കുന്ന ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലും മാത്രമേ ഉള്ളൂ. ട്രംപ് ആണെങ്കിൽ ഇസ്രായേലിനെ കണ്ണുരുട്ടിയൊക്കെ കാണിക്കുന്നുണ്ട്. അതിനിടയിൽ ഇന്നലെ നമ്മുടെ നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒന്ന് മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡൊണാൾഡ് ട്രംപിന് ഒരു ജാള്യത ഉണ്ടായിരുന്നു നരേന്ദ്രമോദിയെ കണ്ടപ്പോൾ. എങ്കിലും ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത് ചെന്നിരുന്നിട്ട് ട്രംപിനെ നോക്കി രൂക്ഷമായ രീതിയിൽ സംസാരിക്കുന്ന ദൃശ്യങ്ങൾ, വിഷ്വൽസ് അത് പുറത്തു വന്നിട്ടുണ്ട്. ക്യാപ്ഷൻ ദിസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ ആ ദൃശ്യങ്ങൾ ആഘോഷിക്കുന്നുമുണ്ട്. ഹോർമൂസ് കടലിടുക്ക് തുറന്ന സാഹചര്യത്തിൽ 37 ഇന്ത്യൻ കപ്പലുകൾ നമ്മുടെ രാജ്യത്തേക്ക് അടുക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ ഗുണം ലഭിക്കുന്നത് നമ്മുടെ രാജ്യത്തെ കർഷകർക്കാണ് എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. പക്ഷെ നമ്മുടെ വാർത്ത അതൊന്നുമില്ല. നമ്മുടെ വാർത്ത നമ്മൾ ഇന്ത്യക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലും നമ്മൾ ജീവിക്കും എന്നുള്ളതാണ്. അത് ബിജുചേട്ടൻ കുറെ നാളുകളായിട്ട് സംസാരിക്കുന്നതാണ്. നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപ് താരിഫ് അടിച്ച് തന്നപ്പോൾ പോലും നമ്മൾ നമ്മുടെ ആഭ്യന്തര വിപണി ഏത് രീതിയിലാണ് അയോധ്യ രാമക്ഷേത്രം ഉൾപ്പെടെയുള്ളവ തുറന്നുകൊടുത്ത് ഉപയോഗിച്ചതെന്നും ആ സമയത്ത് GDPയും ആ സമയത്ത് നമ്മുടെ ടേൺ ഓവറും ഒക്കെ നമ്മൾ ആ സമയത്ത് വളരെ വിശദമായ രീതിയിൽ പ്രേക്ഷകർക്ക് മുമ്പിൽ ചർച്ച ചെയ്തതാണ്. സമാനമായിട്ടുള്ള ഒരുപാട് വിപ്ലവങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ ഇറാൻ യുദ്ധത്തിനിടയിലും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യൻ വുമൺ ടേൺ cow dung into fertilizer as Middle East conflict threatens supplies എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നത്. Under a shut, women in India scoop cow dung, lumps of unrefined sugar and flour to produce biofertilizer, part of a growing effort to address concerns about the supply of chemical fertilizers എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിന്റെ വിശദാംശം എന്ന് പറയുന്നത്. നമുക്കറിയാം, രാജ്യത്ത് പശു എന്ന് കേൾക്കുമ്പോൾ തന്നെ പല ആൾക്കാർക്കും ഇവിടെ ഹാലിളവുന്നുണ്ട്. ഇപ്പോ അതിനോട് അത് പറഞ്ഞപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു വാർത്ത നമ്മൾ കൊടുത്തു. നമ്മുടെ കേരളത്തിൽ ബീഫ് കിട്ടാനില്ല കേട്ടോ. കേരളത്തിൽ ബീഫ് അറവുശാലകളൊക്കെ, ഇടുക്കിയിലടക്കമുള്ള അറവുശാലകളൊക്കെ അടച്ചു പൂട്ടുകയാണ്. ഇനിയുള്ള പശുക്കൾ കേരളത്തിലുള്ള പശുക്കൾ മാത്രമാണ്. ഇപ്പോ തമിഴ്നാട്ടിൽ ഗോവധ നിരോധനം വന്നതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നില്ല, ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്നില്ല. പിന്നെ ഉത്തരേന്ത്യയിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത് അവിടെ സംഘപരിവാർ ഭീകരതയുള്ളത് കൊണ്ട് അവിടെ നിന്നും വരുന്നില്ല. അങ്ങനെ രാജ്യം മുഴുവൻ പശു വരാത്തൊരു സംസ്ഥാനമായി മാറിയതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് വ്യാപാരികളൊക്കെ പ്രതിഷേധിച്ചു, കടകളൊക്കെ അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്ത പുറത്തു വരുന്നു. അപ്പൊ ഈ പശു എന്ന് പറയുന്ന ഈ ഒരു സാധനം, ഞാൻ സദ്ഗുരുവിന്റെ ഈ പല സ്പീച്ചസും കേൾക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു പാസ്റ്ററൽ സൊസൈറ്റിയാണ്. നമ്മൾ ഒരു വീട്ടിൽ ഒരു പശു ഉണ്ടെങ്കിൽ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പോകുമെന്ന് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ വീട്ടിലെ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ കാര്യങ്ങളും കഴിഞ്ഞു പോകുമെന്ന് ഇപ്പൊ തെളിയുകയാണ്. അതായത് ഒരു വീട്ടിൽ ഒരു പശു ഉണ്ടെങ്കിൽ ആ നാട്ടിൽ ഒരു ഫ്ലഡ് വന്നു, ഒരു കർഷകന്റെ കുടുംബമാണ്, ആ പശു മാത്രം മതി, ആ പശുവിന്റെ പാല് കുട്ടികൾക്ക് കുടിക്കാം, പാലിൽ നിന്ന് നമുക്ക് ചീസ് കിട്ടും, പനീർ കിട്ടും, ബട്ടർ കിട്ടും, അതിൽ നിന്ന് പല പ്രോഡക്ട്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു മേശ, അതായത് തീൻമേശയിൽ വിഭവ സമൃദ്ധമായി കഴിയാനുള്ളതെല്ലാം ഈ പശു നമുക്ക് തരും എന്നുള്ളതാണ്. അതായത് ഒരു വീടിനെ പോറ്റുന്ന ഒരു മൃഗമാണ് പശു എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ കർഷകർ മൺസൂൺ നടീൽ സീസണായി തയ്യാറെടുക്കുമ്പോൾ ഈ രാസവളങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ നാട്ടിലെ കർഷകർക്ക്. ഡയമോണിയം ഫോസ്ഫേറ്റ് ആണ് അവർ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഡയമോണിയം ഫോസ്ഫേറ്റിന്റെ ലഭ്യത കുറഞ്ഞു ഈ ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ. ഈ ഡയമോണിയം ഫോസ്ഫേറ്റ് 63 ദശലക്ഷം ടൺ രാസവളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത്. ഈ മധ്യപൂർവേഷ്യൻ സംഘർഷം കാരണം അതിൽ വലിയ ലഭ്യത കുറവുണ്ടായി. ആ സമയത്താണ് ഈ ജൈവവളങ്ങൾ ഒരു വലിയ ഇൻപുട്ടായി ഉപയോഗിച്ചാൽ എന്തുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള ഒരു തോട്ട് പല ആൾക്കാരുടെ മുന്നിലേക്ക് വരുന്നത്. അങ്ങനെ ജൈവവളങ്ങൾ കൂടുതലായി ഉപയോഗിക്കാനുള്ള ഒരു വലിയ രീതിയിലുള്ള നീക്കം നമ്മുടെ രാജ്യമെമ്പാടും നടക്കുന്നു. അങ്ങനെ ആഭ്യന്തര ജൈവവള വിപണി നമ്മുടെ എത്രയാണെന്ന് അനലൈസ് ചെയ്യുന്നു. $150 മില്യൺ വില മതിക്കുന്ന വിപണിയാണ് ഈ ആഭ്യന്തര ജൈവവള വിപണി. ഈ യുദ്ധം കഴിയുമ്പോഴേക്കും ഈ 150 മില്യൺ വരുന്ന വിപണി 10% വെച്ച് ഓരോ നാൾ കഴിയുമ്പോഴും വികസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ചെറുകിട കർഷകർക്ക് വലിയ രീതിയിൽ പ്രയോജനം ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഉത്തർപ്രദേശിൽ ജൈവവള യൂണിറ്റ് നടത്തുന്ന തപ്പൽ സമൃദ്ധി മഹിളാ കിസാൻ ലിമിറ്റഡ് അടക്കം ഇതിന് വലിയ രീതിയിൽ മുൻകൈ എടുത്തിട്ടുണ്ട്. പശുവിന്റെ ചാണകം ശേഖരിക്കുക, ആ ചാണകം കൊണ്ട് ഈ ഷുഗർ ഉണ്ടല്ലോ, നാച്ചുറൽ ഷുഗർ, ആ ഷുഗറിന്റെ ഇത് ശേഖരിക്കുക. അതായത് പഞ്ചസാര, ശുദ്ധീകരിക്കാത്ത പഞ്ചസാര, മാവ്, ചാണകം ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ ജൈവവളത്തിന് പകരം രാസവളങ്ങൾ ഉണ്ടാക്കി. ഇതിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യത കിട്ടുന്നത് സ്ത്രീകൾക്കാണ്. അങ്ങനെ സ്ത്രീകൾ ഇതിൽ മുന്നിട്ടിറങ്ങുകയും വലിയൊരു വിപ്ലവം ഉത്തരേന്ത്യയിൽ തീർത്തു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇതൊരു വലിയ വാർത്തയാണ്. ഞാൻ അനലൈസ് ചെയ്തപ്പോൾ നമ്മുടെ മാധ്യമങ്ങളൊന്നും കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നില്ല. ഇത്തരത്തിലുള്ള വിപ്ലവങ്ങളൊന്നും നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാറില്ല.
നമ്മൾക്ക് ഒരു സ്ഥലത്ത് മുട്ടുവന്നപ്പോൾ നമ്മുടെ ആൾക്കാർ തന്നെ ആ വഴി തുറന്നെടുത്തിരിക്കുന്നു എന്നുള്ളത് എങ്ങനെയാണ് ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടത്? അപ്പോൾ നമ്മൾ ഈ കർഷകർക്ക് ഗുണം കിട്ടുന്ന ഒരുപാട് കാര്യം, ഇപ്പൊ എത്തനോൾ കലർന്ന പെട്രോൾ തന്നെ കർഷകർക്ക് 4300 കോടി രൂപയിൽ 4000 കോടിയും കർഷകർക്കുള്ളതാണെന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നല്ലോ. അതുപോലെ വീണ്ടും ഒരു പുതിയ വിപ്ലവമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് താങ്കൾ നോക്കി കാണുന്നത്? നമ്മുടെ രാജ്യം ഇതുപോലുള്ള പല പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എന്ത് വ്യത്യസ്തതയാണ് ഇതിന് അതിൽ നിന്നെല്ലാം ഉള്ളത്? ശരിക്കും പറഞ്ഞല്ലേ, നമ്മുടെ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു അമേരിക്കൻ ഉപരോധം നമുക്ക് 1998 വാജ്പേയി സർക്കാരിന്റെ കാലത്ത് വന്നിരുന്നു. നമ്മൾ മറ്റേ ആണവ പരീക്ഷണം നടത്തിയതിന്റെ പിന്നാലെ. അപ്പോൾ നമ്മൾ ആ സമയം തൊട്ടാണ് നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ സ്വന്തം രാജ്യത്തെ ഡെവലപ്മെന്റ്സ് പതുക്കെ പതുക്കെ വന്നു തുടങ്ങിയെന്ന് പറയാം. ഡെവലപ്മെന്റ്സ് അല്ല, നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് വന്നു. ഒരു രാജ്യം മുന്നേറണമെന്നുണ്ടെങ്കിൽ സ്വന്തം പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ, ഉൽപ്പന്നങ്ങൾ വെച്ചുകൊണ്ട് മാത്രമേ ഒരു രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ കഴിയും. അല്ലാതെ ഇറക്കുമതിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന് മുൻപോട്ട് പോകാൻ കഴിയും. നമ്മുടെ വിഭവങ്ങളെ, ആ വിഭവ ശേഷി സമാഹരിച്ച് അതിനെ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ മാത്രമേ ഏത് രാജ്യത്തിനായാലും മുൻപോട്ട് പോകാൻ കഴിയും. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് ഒരു 80-90% വിഭവങ്ങളും ഇതുവരെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴൊക്കെ ആണല്ലോ നമ്മൾ തന്നെ പലപ്പോഴും വാർത്ത കൊടുക്കാറുണ്ട്, ആൻഡമാനിൽ പ്രകൃതിവാതകം കണ്ടെത്തി, അവിടെ എണ്ണ കണ്ടെത്തി, ഇവിടെ മറ്റേത് കണ്ടെത്തി, ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ കണ്ടെത്തലുകൾ തന്നെ ഈ അടുത്ത കാലങ്ങളിലാണ് വരാൻ തുടങ്ങുന്നത്. അപ്പൊ ഒരുപാട് യൂട്ടിലൈസ് ചെയ്യപ്പെടാനായിട്ട് കാര്യങ്ങളുണ്ട്. ഇതിൽ ഇപ്പൊ ഈ ചാണകത്തെ കുറിച്ച് എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള ഈ സുഡാപ്പികളോ അല്ലെങ്കിൽ കുറച്ച് സഖാക്കളോ മാത്രമാണ് അതിനെ പുച്ഛത്തോടെ കാണുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നോക്കൂ, ഒരു 50 വർഷം മുമ്പ് പശുവും ചാണകവും തന്നെയായിരുന്നു ഇന്ത്യയുടെ ജീവനാടി. ഇന്നും ഇന്ത്യയുടെ ജീവനാടി അതാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാലുൽപാദക രാജ്യം ഇന്ത്യയാണ്. 12 ലക്ഷം കോടി രൂപയാണ് ഒരു വർഷം, 9 മുതൽ 12 ലക്ഷം കോടി രൂപ വരെയാണ് നമ്മുടെ ഒരു വർഷത്തെ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും കൂടുതൽ ചാണകം കയറ്റി അയക്കുന്നത് കുവൈറ്റിലോട്ടാണ്. കുവൈറ്റിലേക്കാണ്. ഇത് പാലിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെയാണ് മറ്റേ ട്രംപ് പറയുന്നത് ഞങ്ങൾക്ക് താരിഫില്ല, ഞങ്ങളുടെ പാൽ കൊണ്ട് ഇറക്കണം. ഇവിടെ ഇറക്കാൻ എങ്ങനെ, കൊല്ലപ്പൊടി കൊണ്ട് എങ്ങനെ സൂചി വിൽക്കുന്നത് എന്ന് ചോദിക്കുന്നതൊക്കെ ആയിരിക്കും അത്. അപ്പൊ ഏതായാലും അങ്ങനത്തെ ഒരു നിലയിലേക്ക് വന്നു. രാജ്യത്തെ ഏറ്റവും കൂടുതൽ കർഷകരും ഈ ക്ഷീര കർഷകർ തന്നെയാണ്. ഏതാണ്ട് 8.5 കോടി പേരോളം ഈ ക്ഷീര കർഷകർ തന്നെയായിട്ട് നമ്മുടെ രാജ്യത്ത് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട പല ബിസിനസ്സും, ഈ പറഞ്ഞ ചാണകം ഉൾപ്പെടെയുള്ള ബിസിനസ്. അപ്പോൾ ചാണകം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യം ഒരു കാർഷിക രാജ്യം കൂടിയാണ്. ഈ നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പോൾ ഈ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്ക് നമ്മൾ മുടക്കുന്ന പണം, ആ പണത്തിന്റെ കഴിഞ്ഞാൽ 2ാം സ്ഥാനത്ത് നമ്മൾ മുടക്കുന്നത് എന്തിനാണെന്നറിയോ? പണം വളത്തിന് വേണ്ടിയിട്ടാണ്. ചൈനയിൽ നിന്ന്, റഷ്യയിൽ നിന്ന്, ഇറാനിൽ നിന്ന് മറ്റുമൊക്കെയാണ് നമ്മൾ കൂടുതലായി യൂറിയയും മറ്റു രീതിയിലുള്ള വളങ്ങളും ഇവിടെ ഇറക്കുമതി ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഒരു കാർഷിക സീസൺ വന്നു കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഷോർട്ടേജ് വരുന്ന വളത്തിനാണ്. ഈ വളവിപണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു വലിയ മാഫിയാണ്. കാരണം ഈ വളം പൂഴ്ത്തി വെക്കുക, അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഈ കാർഷിക നഷ്ടമുണ്ടാക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യം വിചാരിച്ചാൽ മതി. ചൈന നമുക്ക് കുറച്ചു നാളായിട്ട് ഈ യൂറിയ തരുന്നില്ലായിരുന്നു, വളം തരുന്നില്ലായിരുന്നു. ഇപ്പോഴാണ് വീണ്ടും തന്നു തുടങ്ങുന്നത്, തരുന്നില്ല. ഇപ്പൊ ഒരു രാജ്യം വിചാരിക്കുകയാണ് ഇവൻ ഇത്തവണ ഈ ഭക്ഷ്യ മിച്ചമുള്ള രാജ്യമാണത്, കാരണം ഇവൻ ഈ അഹങ്കാരം ഇതിന്റെയാണ്, ഭക്ഷ്യ സുരക്ഷ ഉള്ളത് കൊണ്ടാണ്, അതുകൊണ്ട് അവൻ ഇനി ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ട് ഇത് തരാതിരുന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം. പിന്നെ നമ്മൾ റഷ്യയിൽ നിന്നും മറ്റുമാണ് കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത്. കൂടുതലായിട്ടാണ് നമ്മൾ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് വലിയ രീതിയിലുള്ള നഷ്ടം വരുത്തി വെക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ തന്നെ അതിനുള്ളൊരു ബദൽ മാർഗം ഉണ്ടെങ്കിൽ നമുക്കത് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഞാൻ 2022 ഈ യു പിയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് യു പിയിൽ 10 ദിവസം ഉണ്ടായിരുന്നു, നമ്മുടെ ഇലക്ഷൻ റിപ്പോർട്ടിങ്ങിന് പോയിരുന്നു. അപ്പോൾ അവിടത്തെ ആളുകൾ അന്ന് അവിടെ ഈ ഡെമോ ആയിട്ട് മാരുതിയുടെ ഒരു വണ്ടി, ഈ പിക്കപ്പ് കണക്കുള്ള ഒരു വാഹനം, പിക്കപ്പ് കൊണ്ട് ആളെ കയറ്റുന്ന വാഹനം, അതവിടെ ട്രയൽ റൺ നടത്തുന്നുണ്ട്. അപ്പോൾ പിന്നെ ജപ്പാനിലെ മാരുതിയുടെ പ്ലാന്റിൽ ഈ ബയോഗ്യാസ് ഉപയോഗിച്ച് വാഹനം ഓടിച്ചു തുടങ്ങി. അവരതിന്റെ പരീക്ഷണം പൂർത്തിയാക്കിയിരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചത് ഇത് എങ്ങനെ പ്രാക്ടിക്കൽ ആകുമെന്ന് വെച്ചപ്പോൾ ഇപ്പൊ ഈ നോർത്തിൽ സംബന്ധിച്ച് പറഞ്ഞാൽ, യു പിയിലൊക്കെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ചാണകത്തിന്റെ ലഭ്യത ഒരുപാടുള്ള സംസ്ഥാനങ്ങളാണ്. ചാണക ലഭ്യത ഒരുപാടുണ്ട്, ബയോഗ്യാസും മറ്റുമൊക്കെ ഉണ്ടല്ലോ. അപ്പം ഈ വാഹനം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗ്രാമങ്ങളിലും മറ്റുമൊക്കെ ഈ കാർഷിക ആവശ്യത്തിന് അനവധി വാഹനങ്ങൾ ആവശ്യമാണ്, ചെറുകിട വാഹനങ്ങൾ ആവശ്യമാണ്. ഈ തൊഴിലാളികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി അയക്കാൻ, പിന്നെ അവിടുത്തെ അവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ കൊണ്ടുവരിക, ഈ കരിമ്പ്, ചോളം, ഇതൊക്കെ ഈ വാഹനങ്ങളെ കൊണ്ടുവരിക. അപ്പൊ അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് ഇത് നമ്മുടെ ഇപ്പൊ എന്താ പറയുന്നത്, ഇലക്ട്രിക്കൽ വാഹനം നമ്മൾ പറയില്ലേ, നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച് കറണ്ട് കുത്തിയിട്ട് നമ്മൾ ആ സ്കൂട്ടർ എടുത്തുകൊണ്ട് പോകുന്നത് പോലെ തന്നെ ഈ പശു കർഷകർക്ക് അവരുടെ പ്ലാന്റിൽ തന്നെയുള്ള ബയോഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് ഈ വാഹനം ഓടിക്കാൻ കഴിയും. ഇലക്ട്രിക്കലിന്റെ ചാർജ് പോലും വരുന്നില്ല. അതുപോലെ തന്നെ ഈ യുദ്ധം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഒരുപാട് നന്മകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. കാരണം നമുക്ക് സാമ്പത്തികമായി ഒരുപാട് നഷ്ടം വന്നിരുന്നെങ്കിൽ പോലും നന്മകൾ ഒരുപാട് വന്നു. ഇന്നലെ ഞാനൊരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കാണുകയുണ്ട്. അതിനകത്ത് ഒരു വഴിയോര കച്ചവടക്കാരൻ
അദ്ദേഹം ഈ വഴിയോരത്ത് നിന്ന് സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ആളാണ്. ഈ ചെറിയ ചട്ടിയൊക്കെ വെച്ചിട്ട് സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കും. അയാൾ ഒരു സോളാർ പാനൽ പിടിപ്പിച്ചിരിക്കുകയാണ്. അത് തള്ളുവണ്ടിയാണ്. ആ തള്ളുവണ്ടിയിൽ അദ്ദേഹം ഒരു സോളാർ പാനൽ പിടിപ്പിച്ചിരിക്കുന്നു. അതിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിച്ചിട്ട് അദ്ദേഹം ഈ മറ്റേ സ്റ്റൗവ് ഇൻഡക്ഷൻ കുക്കർ കത്തിച്ചിട്ട് അതിൽ നിന്നാണ് അദ്ദേഹം ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഒരു പുതുമയായിട്ട് തോന്നി. ഒരുപക്ഷെ ഒരു പരീക്ഷണമായിരിക്കും, ഇല്ലെങ്കിൽ അദ്ദേഹം തുടങ്ങി വെച്ചത്. പക്ഷെ അതൊരു വിപ്ലവമായി മാറാൻ അധിക സമയം വേണ്ടി വരില്ല. കാരണം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒന്ന് തുടക്കമിട്ട് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ വ്യാപിക്കുന്നതാണ് നമ്മുടെ രാജ്യത്തിലെ ഓരോ ജനങ്ങളുടെയും ബ്രെയിൻ എന്നുള്ളതാണ് മറ്റൊരിത്. ഈ ഗ്യാസിന്റെ ഷോർട്ടേജ് വന്നു തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും പരാതികളെങ്ങും ഉയർന്നില്ല. കാരണം ആളുകൾക്ക് മനസ്സിലായി ഈ യുദ്ധമാണ് നമ്മുടെ രാജ്യത്ത് ഗ്യാസ് ഉത്പാദിപ്പിക്കുന്നത്. ആ സമയത്തൊക്കെ ഹോം അപ്ലയൻസിൽ ചെന്ന് തിരക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അവർ പറയുന്നത് ഇൻഡക്ഷൻ കുക്കറാണെന്നാണ്. കിട്ടാനില്ല, ഇൻഡക്ഷൻ കുക്കർ ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കും അത് അറിയാവുന്നതായിരിക്കും. പലരും ഈ കടയിൽ ഇൻഡക്ഷൻ കുക്കർ തിരക്കി പോയിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു കൊടുത്തതാണ് ഇൻഡക്ഷൻ കുക്കർ ഇല്ല എന്ന് പറഞ്ഞു. അതിൽ നമ്മൾ അതിജീവിച്ചു കഴിഞ്ഞിരിക്കും. ഇന്നിപ്പോൾ ഗ്യാസിന് പകരം ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ഗ്യാസ് പിടിച്ചുപയോഗിക്കാനും പകരം മറ്റ് ഇൻഡക്ഷൻ കുക്കർ അടക്കമുള്ളവ ഉപയോഗിക്കാനും ആളുകൾ തുടങ്ങിയിരിക്കുന്നത്. അതിന്റെ ഒരു പോരായ്മ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും സോളാർ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പോരായ്മ. എല്ലായിടത്തേക്കും സോളാർ, എല്ലാ വീടുകളിലേക്കും സോളാർ എത്തിക്കഴിഞ്ഞാൽ ഇൻഡക്ഷൻ കുക്കറും ഇലക്ട്രിക്കൽ വാഹനവും വലിയ രീതിയിൽ തന്നെ വിറ്റഴിഞ്ഞു പോകും. അതിനൊരു ആക്കം കൂട്ടാൻ ഈ യുദ്ധം ഇടയാക്കിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഈ എഥനോളിന്റെ വരവ് അത് വലിയ രീതിയിൽ തന്നെ കർഷകർക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ എന്നും ഇടിയും പരവാസ്തോലിയുമായിട്ടുണ്ട് ഈ കച്ചി കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട്. ഹരിയാനയും ഡൽഹിയും എപ്പോഴും അവിടുത്തെ പ്രശ്നം അതാ. ഈ പൊല്യൂഷന്റെ കാരണം അതാണ് ഒരു കാരണം. ഈ ഇത് കത്തിക്കും, ഈ കൊയ്ത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് കത്തിച്ചിട്ട് ഇതിന്റെ ചാരമാണ് അവിടെ വളമായിട്ട് ഉപയോഗിക്കുന്നത്. പാടത്ത് തന്നെ നമ്മുടെ നാട്ടിലുമൊക്കെ ഈ ആലപ്പുഴയിലുമൊക്കെ ഞങ്ങളുടെയൊക്കെ പാടങ്ങളിലൊക്കെ പണ്ട് അത് ചെയ്തിരുന്നു. അതായത് നമ്മൾ അവിടെ നിന്ന് കൊയ്ത് കൂട്ടുന്ന കച്ചികൾക്ക് പാടത്തിന് തീയിടും. അപ്പൊ ആ ഒരു പാടം കരിഞ്ഞിട്ടുള്ള ചാരമുണ്ട്, അത് വെള്ളം കൂടെ വീണ് കഴിയുമ്പോൾ അതൊരു വളമായി മാറുമായിരുന്നു. അപ്പൊ ഇത് കത്തിക്കും, വലിയ രീതിയിൽ തന്നെ കത്തിക്കും. ഇത് കത്തിക്കുന്നതിന്റെ വായു ഡൽഹിയിലേക്ക് എത്തുകയും അവിടെ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കും. ഇത് തമ്മിൽ കേജ്രിവാളിന്റെ ഒക്കെ വലിയ പ്രശ്നങ്ങളാണ്. ഇനിയിപ്പോ ആ പ്രശ്നമില്ല. കാരണം ഈ കച്ചിയും മറ്റുമൊക്കെ എഥനോളിലേക്ക് പോവുകയാണ്. ഒരു കച്ചി പോലും വേസ്റ്റ് ചെയ്യാനില്ലാത്ത രീതിയിലേക്ക് പോകുന്നു. കർഷകർക്ക് അത്തരം രീതിയിൽ പണം കിട്ടുന്നു. അതുപോലെ തന്നെ ബയോഗ്യാസ് പ്ലാന്റുകൾ ഗുജറാത്തിലടക്കം വലിയ രീതിയിൽ തന്നെ ഊർജ്ജം പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോഗ്യാസ് പ്ലാന്റുകളുണ്ട്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പോലും ബയോഗ്യാസ് ഉപയോഗിച്ച് പാചകം ചെയ്യുമായിരുന്നു. പലയിടത്തും മുമ്പ് ഈ ബയോഗ്യാസിന്റെ തന്നെ കേന്ദ്രങ്ങളുണ്ടായി. പിന്നെ നമുക്ക് പശു വളർത്താനുള്ള സ്ഥലമില്ല എന്നുള്ളത് വലിയ പോരായ്മയാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച്. കാരണം എല്ലാവരും 5 സെന്റിലേക്ക് 3 സെന്റിലേക്ക് ഒതുങ്ങിയപ്പോൾ ഒരു പശുവിന് നിൽക്കാൻ പോലുമുള്ള ഇടം നമുക്കില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് അവരെ മേയാൻ വിടുന്നത്, പരിപാലിക്കുന്നത്? അതിന്റെ ഒരു പോരായ്മയുണ്ട്. പക്ഷെ ഈ നോർത്തിൽ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയെ രക്ഷപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഈ രാജ്യത്തെ ക്ഷീര കർഷകർ തന്നെയാണ്. ഈ നമ്മുടെ അമുലിന്റെ വിറ്റുവരവ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഒരു അമുല് മാത്രം, അമുലിനും തന്നെ ഗുജറാത്തിൽ സുമലുണ്ട്, സൂററ്റ് മിൽക്ക് ഉൽപാദക ലിമിറ്റഡ് ഉണ്ട്, സുമൽ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അനവധിയുണ്ട്, ആസാമിലുണ്ട്, എല്ലായിടത്തുമുണ്ട്. അത് മാത്രവുമല്ല, നമ്മൾ പാൽ ഉൽപ്പന്നങ്ങളും പാലും തന്നെ ഞാൻ പറഞ്ഞില്ല 12 ലക്ഷം കോടി രൂപയുടെ വിറ്റുവരവാണ് ഒരു വർഷമുള്ളത്. നമ്മളത് പലവട്ടം ഈ ചാനലിൽ തന്നെ ഇരുന്ന് ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയാണത്. അപ്പം അങ്ങനെ പോകുന്നു. ഇവിടെ ഇപ്പോൾ ഇതാ ചാണകം വീണ്ടും കുറച്ചുകൂടി മാർക്കറ്റലൈസ് ചെയ്തിരിക്കുന്നു. അത് വളമായി തന്നെ മാറുന്നു. ഇതിന് ഒരു വലിയ മാർക്കറ്റ് ഭാവിയിൽ ഉണ്ടാകും എന്ന് പറയാൻ കാരണം ഇപ്പോൾ നമ്മുടെ ജനങ്ങളുടെ ട്രെൻഡ് പതുക്കെ മാറി വരുന്നുണ്ട്. അവരിപ്പോൾ ഈ പാക്കറ്റ് ഫുഡിന്, അതായത് റെഡി കുക്ക് നിന്ന് മാറിയിട്ട് തനതായ ഭക്ഷണം പാചകം ചെയ്യാനും തനതായ രീതിയിലുള്ള ഫുഡ് കഴിക്കാനും ഈ കുറച്ചുകൂടെ ഹെൽത്തി ചിന്തകൾ മനുഷ്യന് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇന്ന ഫുഡുകൾ കഴിക്കണം. നമുക്ക് ഇപ്പോൾ തന്നെ നമ്മൾ കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടമ്മമാരും ഇല്ലെങ്കിൽ സാധാരണപ്പെട്ടവർ ചോദിക്കുന്നത് ഓർഗാനിക് ഉണ്ടോ എന്നല്ലേ ചോദിക്കുന്നത്. സൂപ്പർ മാർക്കറ്റിൽ കഴിഞ്ഞു ഓർഗാനിക് ആണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഈ ഓർഗാനിക് വരണമെങ്കിൽ എന്താണ് അതിന്റെ കാരണം? ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പച്ചക്കറി വളരണമെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള വളം ഇട്ട് കൊടുക്കണം. വളം ചെയ്യുകയാണെങ്കിൽ അത് ഓർഗാനിക് അല്ലല്ലോ. അപ്പൊ എന്താണ്? ചാണകപ്പൊടി വേണം, ചാരം വേണം, മറ്റു ഇത് വേണം, പച്ചില വളം വേണം, കമ്പോസ്റ്റ് വളം വേണം, ഇതെല്ലാം വേണ്ടി വരും. വേസ്റ്റുകൾ ഒരുപാടുള്ള ഒരു രാജ്യമാണ്. ആ വേസ്റ്റുകളെ കാര്യക്ഷമമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളം ഉണ്ടാക്കാൻ കഴിയും. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇപ്പോൾ ഈ കുടുംബശ്രീക്കാരും മറ്റും ഹരിതസേനയും മറ്റുമൊക്കെ വന്ന് പ്ലാസ്റ്റിക്കും മറ്റും കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. പ്ലാസ്റ്റിക് വേസ്റ്റ് സാധനങ്ങളൊക്കെ, ഈ വേസ്റ്റ് സാധനങ്ങളെല്ലാം വളമായിട്ടാണ് കൺവേർട്ട് ചെയ്ത് വരുന്നത്. നമ്മുടെ കേരളം ഇപ്പോഴും പിന്നിലാണ്. വിളപ്പിൽ ശാലാക പ്രശ്നം ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ ചപ്പ് കൊണ്ട് ഇടാനേ അറിയൂ, ആ ചപ്പ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ല. അതാണ് നമ്മുടെ ഒരു ഏറ്റവും വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെ പ്രാക്ടിക്കലായിട്ട് നടത്താമെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ മറ്റു പലരും അത് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് വളമായിട്ട് പോകുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഞങ്ങളുടെയൊക്കെ ഈ ആലപ്പുഴ ഏരിയയിൽ വരാനുണ്ടെങ്കിൽ ഈ മിക്കവാറും ഒക്കെ വേനൽക്കാലത്ത് തോക്ക ഉണക്കുക എന്ന് പറയും. അതായത് ഈ ചെമ്മീന്റെ പുറത്തെ തോട്, അത് ഈ ചെമ്മീൻ ഷെഡുകൾ അനവധി ഉണ്ട് അവിടെ. ഈ ചെമ്മീൻ ഷെഡുകളിൽ സ്ത്രീകൾ ചെമ്മീൻ നുള്ളും. ഈ കയറ്റി അയക്കാനുള്ള ചെമ്മീനാണ്. ചെമ്മീൻ നുള്ളുക എന്ന് അതിന് പറയുന്നത്. ചെമ്മീൻ അടർത്തിയെടുക്കുക. എന്നിട്ട് അതിന്റെ മുകളിലുള്ള തോടുണ്ടല്ലോ, ചെമ്മീന്റെ തോട്, ഈ തോട് എടുക്കാൻ ആളുണ്ട് അവിടെ. ഈ തോട് കടപ്പുറത്തിട്ട് ഉണക്കും. ഉണക്കിയിട്ട് ഈ തോട് കയറി പോകുന്നത് വളമായിട്ടാണ്. ഇത് പൊട്ടിച്ച് വളമാണ് വരുന്നത്.
അതുപോലെ തന്നെ ഈ പഴകിയ മത്സ്യങ്ങൾ, ചെറിയ മത്സ്യങ്ങൾ, എടുക്കാൻ കഴിയാത്ത ചെറിയ മത്സ്യങ്ങൾ ഇതിട്ട് ഉണക്കിയിട്ട് ഇതിന്റെ വളം വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചാണകം. കാരണം നമ്മുടെ രാജ്യത്ത് ഒരുപാട് നമുക്ക് ലഭ്യത ഉള്ള ഒരു കാര്യമാണ് ഈ ചാണകം. അതായത് ഈ നേരത്തെ ധനുഷ് പറഞ്ഞതുപോലെ തന്നെ ഒരു പശു അതിന്റെ എല്ലാം നമുക്ക് പ്രയോജനപ്പെടുന്ന ഒന്നാണ് എന്നുള്ളതാണ്. ഇതൊരു വിപ്ലവകരമായ മാറ്റമാണ്. കാരണം ക്രൂഡ് ഓയിലിന് പിന്നാലെ വളത്തിനകത്ത് വലിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ വാർത്ത എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും, ഇല്ലെങ്കിൽ ഈ സംഭവം എന്ന് പറയേണ്ടി വരും. കാരണം ക്രൂഡ് ഓയിൽ നമ്മളിപ്പോൾ എഥനോളും ഹൈഡ്രജനും ഇലക്ട്രിക്കൽ വെഹിക്കിളും ഒക്കെ ആയിട്ട് പടിയായിട്ട് അത് കുറയ്ക്കുന്നു. ഇപ്പൊ നിതിൻ ഗഡ്കരി തന്നെ പറയുന്നത് 22 ലക്ഷം കോടി രൂപയുടെ വാർഷിക ലാഭം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ വളരെ സ്പീഡിൽ നടക്കും. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ വിദേശ നാണ്യത്തെ നശിപ്പിക്കുന്ന, ഇല്ലെങ്കിൽ ഡീഡോളറൈസേഷനിലേക്ക് നമുക്ക് പോകാനായിട്ട് മുൻതൂക്കം തരുന്ന ഒരു വലിയ വിപ്ലവകരമായ മുന്നേറ്റമാണ് ഇപ്പോൾ ഈ ചാണകം ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചുകൊണ്ട് ജൈവ വളത്തിന്റെ ഒരു വലിയ മേഖല. കാരണം നമ്മുടെ രാജ്യം ഒരു കാർഷിക രാജ്യമാണ്. അതായത് പിന്നെ 1/2 ഏക്കർ മുതൽ 5 ഏക്കർ വരെ ഉള്ളതാണ് 80% വരുന്ന കർഷകർ. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യാൻ കഴിയും. ഇപ്പൊ 1000കണക്കിന് ഏക്കർ ഉള്ളവർക്കോ 500 ഏക്കർ ഉള്ളവർക്കോ ഒക്കെ ഇത് ബൾക്കായിട്ട് വേണ്ടി വരുമെങ്കിൽ 1/2 ഏക്കർ മുതൽ 5 ഏക്കർ വരെ ഉള്ളവർക്ക് ഇത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ കഴിയും. അങ്ങനെയുമല്ല, ഇപ്പോൾ 1/2 സെന്റ് ഉള്ളവർക്ക് പോലും കിസാൻ സമ്മാൻ നിധി നമ്മുടെ കേന്ദ്രം കൊടുക്കുന്നുണ്ട്. 1/2 സെന്റിനകത്ത് 10 പച്ചമുളകിന്റെ തൈ വെച്ച് കഴിഞ്ഞാലും അവിടെ കൊണ്ട് ഒരു പിടി ചാണകം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജൈവമായിട്ടുള്ള വരുന്ന പച്ചമുളക് നമുക്ക് ലഭ്യമാകും. അപ്പൊ ഇതൊരു വിപ്ലവകരമായ മാറ്റം. അതായത് ഓരോ യുദ്ധങ്ങളും ഓരോ പ്രതിസന്ധികളും ഇന്ത്യക്കാരൻ എങ്ങനെയാണ് അതിജീവിക്കുന്നതെന്നും ഇന്ത്യ എങ്ങനെയാണ് സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുന്നതെന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു വമ്പൻ വാർത്ത തന്നെയാണിത്. എന്തുകൊണ്ടാണ് മറ്റേ മുഖ്യധാര മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കി എടുക്കാത്തത് എന്നറിയില്ല. പക്ഷെ ചാണകം എന്നുള്ള പേര് അവരെ ഭയപ്പെടുത്തുന്നുണ്ടാകാം, കേരളത്തിൽ അടക്കം എന്നുള്ളത് കൊണ്ടായിരിക്കും. പക്ഷെ ചാണകം ചെറിയ പുള്ളി അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം തന്നെ. ഈ യുദ്ധത്തിൽ ജയിച്ചു നിൽക്കുന്ന, ഇല്ലെങ്കിൽ യുദ്ധത്തിൽ ഇപ്പോൾ താരമായി മാറിയത് ചാണകമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇന്ത്യൻ എക്കണോമി നോക്കുമ്പോൾ ഇനിയും റിപ്പോർട്ടുകൾ ഒരുപാട് വരാനുണ്ട്. ഈ യുദ്ധ സമയത്ത് എങ്ങനെയാണ് ജനങ്ങൾ അതിജീവിച്ചതെന്നൊക്കെ പല കാര്യങ്ങൾ ഇനി പതുക്കെ റിപ്പോർട്ടുകൾ വരാനുണ്ട്. ഇപ്പൊ എഥനോൾ വന്നതുപോലെ, ചാണകം വന്നതുപോലെ ഇനിയും വരാനുണ്ട് അനവധി കാര്യങ്ങളൊക്കെ. അത് വരും ദിവസങ്ങളൊക്കെ പുറത്ത് വരുമായിരിക്കാം.